ഇന്നൊരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഫോളോ മീ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരിക്കാം, എന്നാലും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് സംഭവം കേട്ടോ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് നമ്മുടെ ഒരു 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 സ്പെഷ്യൽ വിഭവമാണ്, എന്നാലും ഇതൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഈ വീഡിയോയുമായി ഞങ്ങൾ വരുന്നത്. നിങ്ങൾ ചിക്കനൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വീഡിയോ ആണിത്. നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്ന വിശ്വാസത്തോടെ തുടങ്ങുകയായി. അപ്പം നമ്മുടെ റെസിപ്പി നോക്കിയാലോ? കമോൺ. ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എവർഗ്രീൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. അതിന് ആവശ്യമുള്ള സാധനം ചിക്കൻ, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലവർ, ആവശ്യമായ ഉപ്പ്, പിന്നെ കുറച്ച് സോയ സോസ് ആവശ്യത്തിന് മാത്രം ഒഴിക്കാം. ഇനി വേണ്ടതോ ചെറുനാരങ്ങ, അതിൻ്റെ ഒരു മുറി മാത്രം കുരു കളഞ്ഞ് അതിൻ്റെ നീരെടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കാം. നമുക്കെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാവേ. നോക്കിയിരുന്നോളൂ, ഒരു അരമണിക്കൂർ നമ്മളിതിനെ മാറ്റി വെക്കുന്നു. നമുക്ക് വേണ്ട ആ നേരം കൊണ്ട് നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാം. വെജിറ്റബിൾ ഏതൊക്കെയാണ്? ക്യാപ്സിക്കം, സവോള, തക്കാളി. ഇത്ര നമുക്കൊന്ന് കളർഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റ് കണ്ടോ, ആഹാ സൂപ്പർ. എല്ലാം കൂടെ തരുന്നപ്പോൾ ഭംഗിയായില്ലേ? ആ നേരം കൊണ്ട് നമുക്കിനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞ് കുനുകുനാന്നരിഞ്ഞ് മാറ്റി വെക്കാം. പെട്ടെന്ന് അടുപ്പിലേക്ക് നമുക്ക് തീ എത്തിക്കാം. ചെറിയൊരു ചട്ടി വെക്കട്ടെ. നമ്മൾ മിക്സ് ചെയ്ത ചിക്കൻ എല്ലാം പറക്കി വെച്ച് കൊടുക്കാം. കുനുകുനാന്ന് നിരത്തിയിട്ടിട്ട് വെറുവെറുവറാന്ന് കോരി വറുത്ത് കോരി നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, റെഡിയായി. ഇനി നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ കളയേ വേണ്ട, അതിൽ തന്നെ നമ്മുടെ അടുത്ത പണി നടക്കട്ടെ. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്നും വഴറ്റിയ ശേഷം ഇതിന് നമുക്ക് അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, കോൺഫ്ലവർ കലക്കി ഒഴിക്കണം. അപ്പോൾ കുഴാന്നിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ വഴറ്റിയെടുക്കണം. കൂട്ടത്തിൽ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് തിളക്കട്ടെ. ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം ചേർത്ത് തിളപ്പിക്കുക. വറുത്ത ചിക്കൻ ഇടാൻ മറക്കരുതേ. അത് മറന്നു ഞങ്ങൾ. ചപ്പാത്തിയുടെ കൂടെ, അപ്പം, ദോശ, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ ചോറിനൊത്തും സൂപ്പറാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് കമന്റ് ഇടണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ, സീ യു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എവർഗ്രീൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. അതിന് ആവശ്യമുള്ള സാധനം ചിക്കൻ, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലവർ, ആവശ്യമായ ഉപ്പ്, പിന്നെ കുറച്ച് സോയ സോസ് ആവശ്യത്തിന് മാത്രം ഒഴിക്കാം. ഇനി വേണ്ടതോ ചെറുനാരങ്ങ, അതിൻ്റെ ഒരു മുറി മാത്രം കുരു കളഞ്ഞ് അതിൻ്റെ നീരെടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കാം. നമുക്കെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാവേ. നോക്കിയിരുന്നോളൂ, ഒരു അരമണിക്കൂർ നമ്മളിതിനെ മാറ്റി വെക്കുന്നു. നമുക്ക് വേണ്ട ആ നേരം കൊണ്ട് നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാം. വെജിറ്റബിൾ ഏതൊക്കെയാണ്? ക്യാപ്സിക്കം, സവോള, തക്കാളി. ഇത്ര നമുക്കൊന്ന് കളർഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റ് കണ്ടോ, ആഹാ സൂപ്പർ. എല്ലാം കൂടെ തരുന്നപ്പോൾ ഭംഗിയായില്ലേ? ആ നേരം കൊണ്ട് നമുക്കിനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞ് കുനുകുനാന്നരിഞ്ഞ് മാറ്റി വെക്കാം.
പെട്ടെന്ന് അടുപ്പിലേക്ക് നമുക്ക് തീ കത്തിക്കാം. ചെറിയൊരു ചട്ടി ചീനിച്ചട്ടി വെക്കാം. അങ്ങോട്ട് വെക്കട്ടെ. നമ്മൾ മിക്സ് ചെയ്ത ചിക്കൻ എല്ലാം അതിനകത്ത് പറക്കി വെച്ച് കൊടുക്കാം. കുരുനാന്ന് നിരത്തിയിട്ടിട്ട് വെറുവെറുവറാന്ന് കോരി വറുത്ത് കോരി നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, റെഡിയായി. ഇനി നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ കളയേ വേണ്ട, അതിൽ തന്നെ നമ്മുടെ അടുത്ത പണി നടക്കട്ടെ. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്നും വഴറ്റിയ ശേഷം ഇതിനെ നമുക്ക് അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, കോൺഫ്ലവർ കലക്കി ഒഴിക്കണം. അപ്പോൾ കുഴാന്നിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ വഴറ്റിയെടുക്കണം. കൂട്ടത്തിൽ ചേർക്കുക. എല്ലാം കൂടെ നന്നായിട്ട് തിളക്കട്ടെ. ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം ചേർത്ത് തിളപ്പിക്കുക. വറുത്ത ചിക്കൻ ഇടാൻ മറക്കരുതേ. അത് മറന്നു ഞങ്ങൾ. ചപ്പാത്തിയുടെ കൂടെ, അപ്പം, ദോശ, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ, ചോറിനകത്തും സൂപ്പറാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് കമന്റ് ഇടണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ, സീ യു.